എടോ നിന്റെ അച്ഛനെടുത്ത് പോയി? എൻ്റെ അച്ഛൻ ഇന്നലെ രാത്രി സമാധിയായി. സമാധിയോ? അതെ, സമാധിയായി. എന്നിട്ട് ഞാനതാ അവിടെ അടക്കിയെന്നോ? മരിച്ചില്ലേ? മരിച്ചതല്ല, സമാധിയായതാണ്. സമാധി എന്ന് പറഞ്ഞാൽ മരിച്ചെന്നല്ലേ? മരിച്ചതല്ല, സമാധിയായതാണ്. നിങ്ങൾക്കൊക്കെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നെയ്യാറ്റിൻകര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗോപൻ സ്വാമി എന്ന മണിയനെ കാണാനില്ല എന്ന് പറഞ്ഞ് തൊട്ടടുത്തുള്ള വിശ്വംഭരൻ എന്ന് പറഞ്ഞ ഒരു ആള്, അതായത് ഇവരുടെ അകന്ന ബന്ധുവാണെന്ന് പറഞ്ഞ് പരാതി കൊടുത്തപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് ഇദ്ദേഹം സമാധിയായി എന്നാണ്. ഈ സമാധിയായ വിവരം തൊട്ടടുത്തുള്ള അയൽവക്കക്കാരോ അല്ലെങ്കിൽ കുടുംബക്കാരോ നാട്ടുകാരോ ആരും അറിഞ്ഞിട്ടില്ല. എന്താണ് കാരണം എന്ന് വെച്ചപ്പോൾ ഈ മകൻ പറയുന്നത്, മകൻ്റെ പേര് സനന്ദൻ എന്നാണ്. ഈ മകൻ പറയുന്നത് അച്ഛൻ സമാധിയായി പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഇത് പുറത്താരും അറിയരുത്, നിങ്ങൾ എൻ്റെ കർമ്മങ്ങളൊക്കെ എൻ്റെ 2 മക്കൾ തന്നെ ചെയ്യണം, എന്നിട്ട് സമാധിയായതിനു ശേഷം അടക്കിയതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യൻ്റെ മാത്രം എല്ലാവരോടും പറഞ്ഞാൽ മതിയെന്ന്. ഇതാണ് സംഭവിച്ചത്. എവിടെയെങ്കിലും ഒരു മരണം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തുള്ള അയൽവക്കക്കാർ അറിയണം, നമ്മുടെ ബന്ധുക്കൾ അറിയണം, നമ്മുടെ നാട്ടുകാരറിയണം, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ജനപ്രതിനിധികൾ അറിയണം, ഇവരൊക്കെ അറിയണം. അതുകൂടാതെ അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. നമുക്ക് ലീഗലിയോ അതുപോലെ തന്നെ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈവശം മാറ്റണമെങ്കിൽ, ഏതെങ്കിലും സ്ഥലമോ അതുപോലെ എന്തെങ്കിലും വസ്തുക്കളോ മറ്റുള്ളവരുടെ പേരിലേക്ക് മാറ്റണമെങ്കിലോ നമുക്ക് ഈ സർട്ടിഫിക്കറ്റാണ് ആദ്യം ചോദിക്കുന്നത്. അതാണ് നമ്മുടെ നാടിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥ. ഇതൊന്നും ഇല്ലാണ്ട് ഒരു ഉണ്ടേ നടക്കാൻ പോകുന്നില്ല, അല്ലേ? ഇത് നമ്മുടെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നാണ് എല്ലാവരെയും മാറി ചിന്തിപ്പിക്കുന്നത്. ഇങ്ങനെ ആരും അറിയാതെ ഈ കർമ്മങ്ങൾ ചെയ്ത് പെട്ടെന്ന് എടിപിടിയെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണ് ആൾക്കാർക്ക് ഭയങ്കര സംശയം തോന്നിയത്. ആൾക്കാർക്കെന്നല്ല, ആർക്കാണെങ്കിലും സംശയം തോന്നും. അങ്ങനെ തൊട്ടടുത്തുള്ള അയൽവാസി വിശ്വംഭരം പരാതി കൊടുത്ത് അങ്ങനെ നാളെ കോടതി ഇടപെട്ടിട്ട് കോടതി നാളെ സമാധി പീഠം പൊളിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നാളെ നമുക്ക് വിവരങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അതിനുള്ളിൽ നമ്മുടെ ഗോപൻ സ്വാമി ഉണ്ടോ എന്നുള്ളതും അത് എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളത് പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മനസ്സിലാവും. അതിനുശേഷം നമുക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ നമ്മുടെ സനന്ദൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ആകെ പേടിച്ച് ബബ്ബയാണ്, കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നില്ല, എന്തൊക്കെയോ പുലമ്പുന്നുണ്ട്. ഹിന്ദു ഐക്യവേദികളോട് ചോദിച്ചിട്ട് പറയാം, ഒരു ഐക്യവേദിയും ഇതിൽ ഇടപെട്ടൊരു കാര്യമില്ല, നമ്മുടെ നാടിൻ്റെ നിയമമാണിത്, അല്ലാണ്ട് സംഘടനകൾ തീരുമാനിക്കുന്ന കാര്യങ്ങളുമല്ല. പിന്നെ അതുപോലെ തന്നെ മതപരമായിട്ടുള്ള പല പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട്. മുസ്ലിംസിൻ്റെ പേര് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ഇവിടെ വിലപ്പോകുന്ന കാര്യമല്ല. എന്ത് പറഞ്ഞാലും ആളുകൾക്ക് കേൾക്കുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം, ഒരു പക്ഷേ ഈ സമാധി എന്നൊക്കെ പറയുമ്പോൾ ആള് ഒരു സന്യാസിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു ഈ ഗോപൻ സ്വാമി, അല്ലേ? ഈ സനന്ദൻ എന്ന് പറഞ്ഞ ആള് ഭാവി